ഹായ്, വെൽക്കം ടു ഹോം ഡയറീസ്. അപ്പോൾ ഇന്ന് നമ്മളൊരു പുതിയ സ്ഥലത്തോട്ടേക്കാണ് പോകുന്നത്. ഐഡൂസ് ഇവിടെ പോകാനുള്ള ത്രില്ലിലാണ്. ഐഡൻ, സേ ഹായ്. ഞങ്ങൾ ഇവിടെ അടുത്തുള്ള കാബു തൊറോക്ക എന്ന സ്ഥലത്തോട്ടേക്കാണ് ഇന്ന് പോകാൻ പോകുന്നത്. പാട്ടൊന്നും ഇല്ലെങ്കിൽ എന്ത് വൈബില്ലേ. മേമാട്ടിൽസിൽ നിന്നും സിന്ദ്രയിലേക്ക് എൻജോയ് ചെയ്തിട്ടുള്ളൊരു റൈഡ്. സിന്ദ്ര ഞങ്ങൾക്കിവിടെ വളരെ അടുത്താണ്. കുറച്ചൊരു ഉയർന്ന സ്ഥലത്തോട്ടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം വളവുകളും കയറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എത്തുന്നത് ഒരു നിരന്ന ഭൂപ്രദേശത്താണ്. അത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. അതായത് ഫുള്ള് പച്ചപ്പാണ്. പിന്നെ പതിയെ പതിയെ പച്ചപ്പിൻ്റെ അറ്റത്തായിട്ട് കടലിൻ്റെ ചെറിയ ഭാഗങ്ങൾ കാണാൻ തുടങ്ങി. ഇത് ശരിക്ക് കടലാണോ ആകാശമാണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. കാരണം എല്ലാം ഒരു നീല കളറിലായിരുന്നു. അങ്ങനെ ഡെസ്റ്റിനേഷൻ എത്തിയപ്പോൾ ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തിറങ്ങി. വളരെ മനോഹരമായിട്ടുള്ളൊരു വ്യൂ ആയിരുന്നു അവിടെ. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് തന്നെ ഒത്തിരി പേരും ഉണ്ടായിരുന്നു അവിടെ. യൂറോപ്പിൻ്റെ അവസാനം എവിടെ എന്നൊക്കെ പറയൂലേ, ശരിക്ക് അതാണിവിടെ. Where the land ends and the sea begins. ലൂയിസ് വേഴ്സ് ഈ ഒരു സ്ഥലത്തെ ഡിസ്ക്രൈബ് ചെയ്തത് ഇങ്ങനെയാണ്: ഇവിടുത്തെ പച്ചപ്പിന്റെയും ഭംഗിയുടെയും പ്രധാന കാരണം ഇവിടെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഈ ഒരു ചെടിയാണ്. ഇതൊരു തരം ഐസ് പ്ലാന്റ് ആണ്. ഈ ഒരു ഏരിയ മുഴുവൻ ഈ ഒരു ചെടി പടർന്ന് കിടക്കാണ്. പിന്നെ അവിടെ ഇവിടെ ആയിട്ട് ഓരോ പൂക്കളും നമുക്ക് കാണാൻ പറ്റും. അതിന് ഫിഗ് ഫ്ലവർ എന്നാണ് പറയുന്നത്. പിന്നെ തൊട്ടടുത്ത് നമ്മൾ കാണുന്ന ഈ ഒരു ചെടി ഗോസ് ബുഷ് എന്നാണ് അറിയപ്പെടുന്നത്. ശരിക്കും ഭയങ്കര ഭംഗിയാണ് ഇത് നേരിട്ട് കാണാൻ. ആ ഒരു എൻഡിലേക്കാണ് ഞങ്ങൾക്ക് നടന്നെത്തേണ്ടത്. അത്യാവശ്യം ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു അന്ന്. നല്ല കാറ്റായതുകൊണ്ട് തന്നെ അതിനെ ഫുള്ള് എടുത്ത് കളഞ്ഞതാണ്. പിന്നെ ഒരു ലേഡി പൈനാപ്പിൾ വിൽക്കുന്നുണ്ടായിരുന്നു അവിടെ. ഇത്തരം സ്പോട്ടുകളിലെ സ്ഥിരം കാഴ്ചകളാണിത്. ഓൾമോസ്റ്റ് എല്ലാ പേരും ഇവിടെ സൺസെറ്റ് കാണാനാണ് മെയിനായിട്ടും വരുന്നത്. പിന്നെ ഒരു സ്മാരകം പോലെ നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ ഈ കാണുന്നതാണ് വിശാലമായിട്ടുള്ള അറ്റ്ലാന്റിക് സമുദ്രം. അവിടെ നമുക്ക് നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാറ്റായിരുന്നു. കുട്ടിയും കൊണ്ടൊക്കെ അവിടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് സൺസെറ്റ് ഒന്നും കാണാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ടൈം കുറച്ചുകൂടെ ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ അലിഗ്രോ മാളിലും കൂടെ കയറാലോ എന്ന് വിചാരിച്ചു. ഞാൻ ഈ ഒരു മാളിൽ ഫസ്റ്റ് ടൈമാണ് വിസിറ്റ് ചെയ്യുന്നത്. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും 5 മിനിറ്റ് മാത്രം ദൂരമേ ഉള്ളൂ ഈ ഒരു മാളിലോട്ടേക്ക്. ടോയ്സ് എല്ലാ കുട്ടികളുടെയും വീക്ക്നെസ് ആണ്. ഇവിടെ ഐഡനെയും കൊണ്ട് മാളിപ്പോയാൽ അവിടെയുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനം അവന് വേണ്ടി വരും. സോ ഷോപ്പിംഗ് സെന്ററിലേക്കുള്ള വിസിറ്റ് ഞങ്ങൾ ഈ ഡേറ്റ് ചെറുതായിട്ടൊന്ന് കുറച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ടൈം വീട്ടിലിരുന്ന് കളയണ്ടല്ലോ എന്ന് കരുതി ജസ്റ്റ് ഇവിടെ കയറി. അങ്ങനെ നടന്ന് ലാസ്റ്റ് ഞങ്ങൾ ഫുഡും കഴിച്ച് വീട്ടിലോട്ടേക്ക് മടങ്ങി.